ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസം ആവാനായി എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനിയൻ്റെ, അതായത് കസിൻ ബ്രദറിൻ്റെ മാരേജ് ഫംഗ്ഷൻ വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്ത് വരാൻ ഇത്രയും താമസിച്ചു ഗൈസ്. അപ്പോൾ ദേ നമ്മളെല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 11:30-12 മണി ആ ഒരു സമയത്തേക്കാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ കാണുന്നതൊക്കെ കുടുംബക്കാർ തന്നെയാണ്. നമ്മൾ പിന്നെ നേരത്തെ പോന്നു, എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ നേരത്തെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അങ്ങനെ ദേ അനിയത്തിമാരെല്ലാം നല്ല സുന്ദരികളായിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിൽ ആരോ ഒരാളെ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, കസിൻ സിസ്റ്ററെ ഡ്രസ്സ് കാണിക്കുമെന്ന്. അപ്പോൾ ദേ ഇതിൽ അവളെ ഡ്രസ്സ് കാണാം. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മീനുട്ടീനോടാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മകളാണ്, 2 പെൺമക്കളാണ്, മീനും തനു. ചെല്ലപ്പേരാണ് കേട്ടോ. മീനുട്ടിയെ കുഞ്ഞുനാൾ മുതൽ എടുത്തുകൊണ്ട് നടന്ന ആളാണ് കേട്ടോ ഞാൻ. അവളുടെ മേമയാണ്. ഇപ്പം കണ്ടില്ല എൻ്റെ അത്ര ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തനുവിനെയും പുന്നാരനെ ഇപ്പം കാണാം. പുന്നാരനെ പിന്നെ പലർക്കും അറിയായിരിക്കും. പുന്നാരേനെയും എടുത്തോട് നടന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ടും മീനുട്ടീനെയാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മയിൽ. ഞാൻ അവളുടെ ചെറുപ്പം മുതലേ എടുത്തോണ്ട് നടന്നതും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ എനിക്ക് മീനുട്ടീൻ്റെ ഒരു ഓർമ്മയാണ്. പുന്നാരനെ പിന്നെ അധികം കിട്ടൂല കേട്ടോ. അതായത് അവൾ നാട്ടിലായിരിക്കും, അവൾ കോഴിക്കോടായിരിക്കും. അവൾ വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവളെ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ചേച്ചിമാരായിരിക്കും ഇവിടെ വെയിറ്റിംഗ് എന്നറിയോ. പിന്നെ ഇത് എല്ലാവരും ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു. തിരക്കൊന്നും ഇല്ലാത്ത സമയം നോക്കി നമ്മൾ നല്ല സാവകാശത്തിൽ ആസ്വദിച്ച് അത്യാവശ്യം വേണ്ട ഫോട്ടോസൊക്കെ എല്ലാവരും നിന്നെടുത്തു. നമ്മുടെ ഫാമിലി ഫോട്ടോയിൽ കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആണ്. കൊച്ചുമില്ല, നന്ദുമില്ല, ഏട്ടനില്ല. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഭയങ്കര പനിയൊക്കെ ആയിരുന്നു, മുഖമൊക്കെ വല്ലാതെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുനും അപ്പൂനെയും കണ്ടോ, അവരും പനീൻ്റെ ഒക്കെ ആ ക്ഷീണത്തിൽ തന്നെയായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ എല്ലാം ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളുടെ സ്റ്റേജിലെ ഒരു കളർ ബൾബ് പോലത്തെ ബൾബായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ പലതരം ലൈറ്റ്, അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ്. പിന്നെ ക്യാമറയിൽ എടുത്ത ഫോട്ടോ കണ്ടപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ മഴ കുറച്ച് പെയ്യും, കുറച്ച് നിൽക്കും, അങ്ങനെയാണ് കേട്ടോ. ഒരു 11:30 ഒക്കെ ആയതിനു ശേഷം ആളുകളൊക്കെ പതുക്കെ വരാൻ വേണ്ടി തുടങ്ങിയേ. ആളുകൾ കൂടിയിട്ടുള്ള കല്യാണ തിരക്കൊന്നും വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആരായാലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഫോണെല്ലാം കുറച്ച് മറക്കും, വീഡിയോ എടുക്കാനൊക്കെ മറക്കും. നമ്മളും അവരുടെ കൂടെ സംസാരിച്ചു അങ്ങനെ എല്ലാ സന്തോഷത്തിലും പങ്കുചേർന്ന് അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അങ്ങോട്ട് പകർത്തി, ബാക്കി എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ദേ മാമിയും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാവരും കുറച്ച് ഫാമിലീസ് ആയിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ മാമച്ചിനൊന്ന് കണ്ടപ്പോൾ മാമച്ചി ഇങ്ങോട്ടൊന്ന് നോക്കൂന്ന് പറഞ്ഞു. പിന്നെ ദേ മക്കളെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് 2 മക്കളും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അപ്പോഴേക്കും നമുക്ക് കിക്കീനൊന്ന് കിട്ടി. അപ്പോൾ ഞാൻ എടുത്ത് അവർക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ഇപ്പം ഈ കാണുന്നത് കസിൻ ബ്രദറിൻ്റെ സ്വന്തം അനിയത്തിയാണ് കേട്ടോ. അവളുടെ ഹസ്ബൻഡും മകളുമാണ്. ഇവരെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട, എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ട് പരിചയം ഉണ്ടാവും. പിന്നെ അങ്ങനെ ഫോട്ടോ എടുപ്പ് തന്നെയാണല്ലോ മെയിൻ. പിന്നെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ദേ സാഗുമോൻ ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾ തട്ടിക്കൂട്ടി പഠിച്ചൊരു ഡാൻസാണ്. കല്യാണ ഫംഗ്ഷനൊക്കെ നമ്മൾ പെട്ടെന്നായി പോയിട്ട്, അതുകൊണ്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഗുരുവായൂരിൽ നിന്നായിരുന്നു കേട്ടോ കല്യാണം. ഫംഗ്ഷനൊക്കെ പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ വെച്ചു. അങ്ങനെ അത്യാവശ്യം ആളുകളൊക്കെ എത്തി, ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഇതേ തിരക്ക് കുറഞ്ഞപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി മാത്രമല്ല കേട്ടോ, സാദാ ചോറും അതുപോലെ ഉപ്പേരിയും സാമ്പാറും പച്ചടിയും അങ്ങനെ കുറേ ഐറ്റംസ് അതും വേറെ ഉണ്ടായിരുന്നേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും ഒത്തുകൂടുന്നത് കേട്ടോ. ഇത് തന്നെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഡാൻസ് തട്ടിക്കൂട്ടിയിരുന്നു കേട്ടോ. തലേന്ന് പഠിച്ച ഡാൻസാണ്, അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്നും വൃത്തിയായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ഡാൻസ് എല്ലാം കൂടി സെറ്റാക്കി കളിച്ചു കേട്ടോ. നല്ല രീതിയിൽ പഠിച്ച് ഡാൻസ് കളിക്കണമെന്ന് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, മഴയാണല്ലോ. മഴയായതുകൊണ്ട് പറ്റിച്ചു. എല്ലാവരും 4 മൂലയ്ക്കാണ്. അപ്പം എത്തിച്ചേരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അതോടെ ഞങ്ങളുടെ പ്ലാനിങ് അങ്ങോട്ട് പൊളിഞ്ഞു. എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ അറിയുന്ന പോലെയൊക്കെ ഒരു ഡാൻസ് സെറ്റാക്കി കേട്ടോ. നമ്മുടെ പുതുപ്പെണ്ണ് നല്ലോണം ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടേ. പുതുപ്പെണ്ണ് നമ്മുടെ വൈബിനൊത്ത ആള് തന്നെയാണ് കേട്ടോ. വീഡിയോസ് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ നല്ല ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇതാണ് ഇളയമ്മയും ഫാമിലി കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല അടിപൊളിയായി നടന്നു കേട്ടോ. കലാശക്കൊട്ട് എന്ന് പറയുന്ന പോലെ അവസാനം നമ്മളുടെ കുറച്ച് പരിപാടിയായിരുന്നു. ദേ ഇളയമ്മ അവിടെ പാടി തകർക്കുന്നുണ്ട്. പിന്നെ ആട്ടവും പാട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് അർമാദിച്ചിട്ടോ. ഇനിയിപ്പോൾ അടുത്ത കല്യാണം വരണ്ടേ ഒന്ന് ആഘോഷിക്കാനൊക്കെ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് ആടി തിമിർത്തേ. അങ്ങനെ രാഹുലിനും സ്നേഹയ്ക്കും നല്ല അടിപൊളി ഒരു ഹാപ്പി മാരീഡ് ലൈഫൊക്കെ വിഷ് ചെയ്തിട്ട് ഞാനിതേ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടർക്കും ടെറ്റ ബൈ, സീ യു.